നാളെ 2026 എന്ന പുതുവർഷം പുലരുമ്പോൾ ഇന്ത്യക്ക് ഏറെ സന്തോഷിക്കാൻ വകയുള്ള ഒരു വാർത്തയാണ് പുറത്തു വരുന്നത്. ആഗോള സാമ്പത്തിക ശക്തികളിൽ ഇന്ത്യ ജപ്പാനെ പിന്തള്ളി 4ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇപ്പോൾ 3ാം സ്ഥാനത്തുള്ളത് ജർമ്മനിയാണ്. 1ാം സ്ഥാനത്ത് അമേരിക്കയും 2ാം സ്ഥാനത്ത് ചൈനയുമാണ്. കേന്ദ്ര സർക്കാർ തന്നെയാണ് ഇപ്പോൾ ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഒരുപക്ഷെ 2030 ഇന്ത്യ ജർമ്മനിയും കടത്തിവെട്ടി 3ാം സ്ഥാനത്തേക്ക് എത്തും എന്നാണ് പൊതുവെ ഇപ്പോൾ കണക്കാക്കപ്പെടുന്നത്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒരു കാലത്ത് സാമ്പത്തികമായി വളരെ പിന്നോക്കം നിരുന്ന രാജ്യമായിരുന്നു. അവിടെ നിന്ന് നമ്മൾ കൂടുതൽ വളർച്ച കൈവരിച്ച് കാർഷിക മേഖലയിലും വ്യാവസായിക മേഖലയിലും ഒക്കെ തന്നെ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഇത്രയും വർഷങ്ങളെടുത്തിരുന്നു. സ്വാതന്ത്ര്യം ലഭിച്ച 1947 ശേഷം ഇത്രയും വർഷങ്ങളെടുത്ത് നമുക്കുണ്ടായ ഒരു പുരോഗതിയും വികസനമൊക്കെ തന്നെ ലോകത്തിന് തന്നെ മാതൃകയായി മാറുകയാണ്. മാത്രമല്ല വളരെ കുറഞ്ഞ വർഷങ്ങൾക്കുള്ളിൽ തന്നെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരിന് എല്ലാ മേഖലകളിലും വലിയ തോതിലുള്ള വളർച്ച നേടാൻ കഴിഞ്ഞു എന്നുള്ളതിൻ്റെ സൂചന കൂടിയായി മാറുകയാണ് ഈ ഒരു അപൂർവമായ നേട്ടം. ഇന്ത്യ ഇന്ന് ലോകത്തിൻ്റെ നിറകയിലേക്ക് തന്നെ എല്ലാ മേഖലകളിലും, അത് സാമ്പത്തികമാണെങ്കിലും പ്രതിരോധമാണെങ്കിലും ആരോഗ്യ മേഖലയിലാണെങ്കിലും ഒക്കെ തന്നെ നമ്മൾ 1ാം നിരയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചന തന്നെയാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ത്യയുടെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനം $4.18 ട്രില്യൺ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ്. ഇത് വളരെ അപൂർവമായൊരു നേട്ടമാണ് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം. 2030 ഇത് $7.3 ട്രില്യൺ ഉയരുമെന്നും അങ്ങനെ നമ്മൾ ജർമ്മനിയും കടത്തിവെട്ടി 3ാം സ്ഥാനത്തേക്ക് എത്തും എന്നുമാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. 2025-26 സാമ്പത്തിക വർഷത്തിൽ അതിൻ്റെ 2ാം പാദത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച 8.2% കഴിഞ്ഞ 6 പാദങ്ങളിലേക്കും വെച്ച് ഏറ്റവും ഉയർന്ന നിരക്കാണ് ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇലക്ട്രോണിക്സ് മേഖല, ഫാർമസി രംഗം, അതുപോലെ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയുടെ കയറ്റുമതിയുടെ കാര്യത്തിലൊക്കെ തന്നെ ഇന്ത്യ അഭൂതപൂർവമായ നേട്ടമാണ് കൈവരിച്ചിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ട ഈ വാർഷിക അവലോകന റിപ്പോർട്ടിൽ പറയുന്നത്. ഇത് ഇന്ത്യയെ പോലുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വികസ്വര രാജ്യമെന്ന് അറിയപ്പെടുന്ന ഇന്ത്യ ഒരു വികസിത രാജ്യമായി മാറി എന്നുള്ള ആ യാഥാർത്ഥ്യത്തിലേക്കാണ് നമ്മളിപ്പോൾ കടന്നു ചെല്ലുന്നത്. ഒരു കാലത്ത് നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയായിരുന്നു. നമുക്ക് ഭക്ഷ്യധാന്യങ്ങൾ പോലും വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടം വാങ്ങേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അതുപോലെ ആയുധങ്ങളും യുദ്ധവിമാനങ്ങളും എല്ലാം തന്നെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ നിന്ന്, റഷ്യ ഉൾപ്പെടെയുള്ള അല്ലെങ്കിൽ അമേരിക്ക പോലുള്ള രാജ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ വാങ്ങുന്ന ഒരു അവസ്ഥയാണ് നമുക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ന് അവിടെയെല്ലാം തന്നെ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിച്ചു. ഭക്ഷ്യോൽപാദന മേഖലയിൽ നമ്മൾ ഓവർ പ്രൊഡക്ഷൻ, അതായത് അമിത ഉൽപ്പാദനം നടത്തുകയും ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ കയറ്റുമതി ചെയ്യുകയും ചെയ്തു. നമ്മുടെ അയൽ രാജ്യങ്ങളിലൊക്കെ തന്നെ, ശ്രീലങ്കയിലാണെങ്കിലും ബംഗ്ലാദേശിലൊക്കെ തന്നെ വലിയ തോതിലുള്ള പ്രകൃതി ദുരന്തങ്ങളൊക്കെ ഉണ്ടായപ്പോൾ ലക്ഷക്കണക്കിന് ടൺ ഭക്ഷ്യധാന്യങ്ങളാണ് ഇന്ത്യ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വേണ്ടി എത്തിച്ചു കൊടുത്തത്. മാത്രവുമല്ല വ്യാവസായിക മേഖലയിൽ ഇന്ത്യയുടെ വളർച്ചയും വളരെ ഞെട്ടിപ്പിക്കുന്ന വേഗത്തിലാണ്. അത് വാഹന നിർമ്മാണ മേഖലയിലാണെങ്കിലും അതുപോലെ ഷിപ്പിംഗ്, വ്യോമയാന നിർമ്മാണ മേഖലയിലൊക്കെ തന്നെ ഇന്ത്യയുടെ സ്വന്തം ബ്രഹ്മോസ് മിസൈലിന് ഇന്ന് ആവശ്യക്കാരേറെയാണ്. നിരവധി വിദേശ രാജ്യങ്ങളിലേക്ക് ഇതിന് ആവശ്യക്കാരുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന സമയത്ത് ഈ ബ്രഹ്മോസ് മിസൈലിൻ്റെ ശക്തി നമ്മൾ ലോകത്തിന് തെളിയിച്ചു കൊടുത്തതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു മേഖലയിലുമൊക്കെ തന്നെ ഇന്ത്യക്ക് വലിയ തോതിലുള്ള നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമുക്ക് ഈ ആഗോളതലത്തിലുള്ള ഈ കുതിപ്പ് ഇത്രയും വേഗത്തിലാക്കാൻ കഴിഞ്ഞത് എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ അവിടെയും നമ്മൾ യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ചില പരിമിതികൾ നമുക്ക് ഇപ്പോഴുമുണ്ട്. പ്രധാനമായും തൊഴിലില്ലായ്മ തന്നെയാണ്. ഇന്ത്യയിലെ 140 കോടി വരുന്ന ജനസംഖ്യയിൽ 1/4 ഭാഗവും 10 വയസ്സിനും 26 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവരാണ്. ഈ തൊഴിലില്ലായ്മ ഇപ്പോഴും പല സംസ്ഥാനങ്ങളിലും രൂക്ഷമായി തന്നെ തുടരുകയാണ്. കേരളം പോലുള്ള സംസ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ നിരക്കുള്ളത് കൊണ്ട് തന്നെ കേരളത്തിൽ ജോലി കിട്ടിയില്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി അവർ അവിടെ സുഖമായി പണമുണ്ടാക്കി ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം അവിടെ നിലനിൽക്കുമ്പോഴും പല സംസ്ഥാനങ്ങളിലെയും സ്ഥിതി അതല്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നുണ്ട്. ഇനിയും മറ്റു ചില പ്രശ്നങ്ങൾ കൂടി നമുക്കുണ്ട്. ഇന്ത്യൻ കറൻസിയുടെ മൂല്യത്തിൽ വന്ന ഇടിവ് അത് ഡോളറിനെതിരെ വലിയ തോതിൽ കുറയുകയും ഇന്ത്യക്ക് വലിയ ശക്തമായ തോതിലുള്ള തിരിച്ചടി മേഖല ലഭിക്കുകയും ചെയ്തു. ഇനി ഇതൊക്കെ നമ്മൾ തിരികെ പൂർവ്വ അവസ്ഥയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. എങ്കിൽ പോലും അതിന് ആവശ്യമായ സമയമെടുക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. 2022 ബ്രിട്ടനെ മറികടന്നാണ് നമ്മൾ ആഗോള സമ്പദ് വ്യവസ്ഥയിൽ 5ാം സ്ഥാനം നേടിയെടുത്തെന്നുള്ള കാര്യം ഇവിടെ ഓർക്കുക. ബ്രിട്ടനെ പോലെയുള്ള ഒരു കാലത്ത് നൂറ്റാണ്ടുകളോളം ഇന്ത്യ ഭരിച്ചിരുന്ന ബ്രിട്ടനെ പോലും മറികടന്നുകൊണ്ടാണ് 2022 നമ്മൾ ഇന്ത്യ 5ാം സ്ഥാനത്ത് ആഗോള സാമ്പത്തിക ശക്തിയായി മാറിയത്. അവിടെ നിന്നാണ് നമ്മളിപ്പോൾ 4ാം സ്ഥാനത്തും വലിയ താമസിയാതെ 3ാം സ്ഥാനത്തേക്കും എത്താൻ പോകുന്നു എന്നുള്ള ശുഭകരമായ വാർത്ത എത്തുന്നത്. 2047 ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ 100ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ ഇന്ത്യയെ ആഗോളതലത്തിൽ നമ്പർ 1 ആക്കാൻ തന്നെയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിലവർ വിജയം കാണുക തന്നെ ചെയ്യും എന്നാണ് പ്രതീക്ഷ. കാരണം ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ഈ ഒരു അപൂർവമായ ബഹുമതി ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ യശസ് വീണ്ടും വീണ്ടും ഉയർത്തുന്നതാണ്. ഇന്ത്യ തിളങ്ങുന്നു എന്നുള്ള ആ ഒരു പഴയ കാല മുദ്രാവാക്യം
ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറെ യോജിച്ചതാണ്. ഇന്ത്യ തിളങ്ങുക തന്നെയാണ്. ലോകത്തെ ഏറ്റവും വലിയ ശക്തിയായി ഇന്ത്യ ഇപ്പോഴും കുതിക്കുക തന്നെയാണ്.